ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ ലോകത്തിലെ ഒരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹു എന്നെ സ്നേഹിക്കണമെന്നായിരിക്കും അവർ പറയുന്നത്. കാരണം മനുഷ്യർ നമ്മെ എത്ര സ്നേഹിച്ചാലും എത്ര സ്ഥാനവും സമ്പത്തും ലഭിച്ചാലും അള്ളാഹുവിൻ്റെ സ്നേഹമില്ലെങ്കിൽ അതിനൊന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. ബിക്കോസ് അള്ളാഹുവിൻ്റെ സ്നേഹം അതിനപ്പുറത്തേക്ക് വലുതായിട്ട് വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ള 8 അടയാളങ്ങളെക്കുറിച്ചാണ്. ഖുർആനിലും ഹദീസിലും പറയുന്നുണ്ട്, ചില അടയാളങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 1. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ആരെങ്കിലും സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും. രോഗം, ദാരിദ്ര്യം, പ്രശ്നങ്ങൾ ഇതൊന്നും ഒരു ശിക്ഷയല്ല, മറിച്ച് ഓരോ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളിൽ സഹിക്കുന്നവരെ, ക്ഷമിക്കുന്നവരെ അള്ളാഹു ഉയർത്തും. അതിനാൽ വിഷമം വന്നാൽ അത് ഒരു അടയാളമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന്. 2. നമസ്കാരത്തിലേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ ഹൃദയം നമസ്കാരത്തിലേക്ക് ഓടി അടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം പലർക്കും നമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വെറുതെ അലസത കാണിക്കും. പക്ഷേ അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് നമസ്കാരം എന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. അവരോട് നിന്റെ സമാധാനം എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറയുക സുജൂദിലാണെന്നായിരിക്കും. 3. ഖുർആനിൽ ആശ്വാസം കണ്ടെത്തുന്നത്. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ കണ്ണു നനഞ്ഞാൽ, ഹൃദയം സമാധാനപ്പെടുകയാണെങ്കിൽ അത് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ തെളിവാണ്. ഖുർആൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ മുന്നിൽ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഹൃദയം അല്ലെങ്കിൽ മനസ്സ് അത് തുറക്കാൻ വേണ്ടിയിട്ട് പറയണമെന്നില്ല. പക്ഷെ അള്ളാഹു സ്നേഹിക്കുന്നവരുടെ ഹൃദയം എപ്പോഴും അതിലായിരിക്കും സമാധാനം കണ്ടെത്തുക. 4. പാപത്തിൽ സന്തോഷം കിട്ടാതെ പോകുന്നത്. അതായത് ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ടോ? തീർച്ചയായും അത് വലിയൊരു അടയാളം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പാപം മനസ്സിൽ ശാന്തി ഇല്ലാതാക്കും. തെറ്റ് ചെയ്ത് സന്തോഷിക്കുന്നവർ അപകടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ തെറ്റ് ചെയ്ത ഉടൻ തന്നെ അത് മനസ്സിലാക്കി ഖേദം പ്രകടിപ്പിച്ച് തിരിച്ചു വരാൻ അവർ ഹൃദയം കൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ സ്നേഹം നേടിയെടുത്തവരാണ്. 5. നല്ല സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ നന്മയിലേക്ക് വിളിക്കുന്നവർ, അള്ളാഹുവിനെ നിങ്ങളെ നിരന്തരമായി ഓർമ്മിപ്പിക്കുന്നവർ, തീർച്ചയായും അതും വലിയൊരു അടയാളം തന്നെയാണ്. ഹദീസിലൂടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും. അതിനാൽ നല്ല സുഹൃത്തുക്കൾ അത് അള്ളാഹുവിൻ്റെ സമ്മാനം തന്നെയാണ്. 6. ദുആയ്ക്ക് മറുപടി കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെ ചോദിച്ച ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അത് അള്ളാഹു നിങ്ങളെ കേൾക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഒരിക്കൽ പോലും നമ്മുടെ ദുആ കളഞ്ഞു പോകില്ല. മറുപടി ഉടൻ കിട്ടിയാലും വൈകിയാലും അതൊരു സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ്. 7. ഹൃദയത്തിന് സമാധാനമുണ്ടാവുക. പുറത്ത് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ ഹൃദയം സമാധാനം കണ്ടെത്തും. 8. നല്ല പ്രവൃത്തികളിലേക്കുള്ള പ്രേരണ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നും, സദഖ കൊടുക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിക്കണം എന്നൊക്കെ. ആ നല്ല നല്ല ചിന്തകൾ അത് അള്ളാഹുവിൻ്റെ ഹിദായത്ത് കൊണ്ടാണ് ലഭിക്കുന്നത്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് അവൻ എൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ കൊണ്ടിടുന്നതെന്നാണ്. ഫ്രണ്ട്സ്, അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളും ഹൃദയത്തിലെ സമാധാനവും നല്ല പ്രവൃത്തികളിലേക്കുള്ള പ്രേരണയും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നാം ചോദിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ
അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളുണ്ടോ എന്നാണ്. അത് നാം ഓരോരുത്തരും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങളെ തന്നെ വിലയിരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അടയാളങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സന്തോഷിക്കണം. കാരണം അള്ളാഹു നിങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.